ഉള്ളിയൊന്നും വഴറ്റാതെ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഞണ്ട് മസാല ഒന്ന് കാണിച്ചാൽ അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ നീളത്തിൽ കട്ട് ചെയ്യുക. നീളത്തിൽ കട്ട് ചെയ്ത ഉള്ളി, അതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള 3 പച്ചമുളക്, നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു തക്കാളി, പിന്നെ വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ചേർക്കുന്നുള്ളത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമ്മൾ കൈയോട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് ആദ്യം കുഴച്ചെടുക്കുക. ഈ കുഴച്ചെടുക്കുന്നതിലാണ് നമുക്ക് ടേസ്റ്റ് വരുന്നുള്ളത്. ശേഷം അതിലേക്ക് നമ്മൾ പുളി, ആവശ്യത്തിനുള്ള പുളി, ഞാനിവിടെ ചക്കരപ്പുളിയാണ് എടുത്തത്. ചക്കരപ്പുളീൻ്റെ വെള്ളം നീരൊഴിച്ച് കൊടുക്കുക. നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കറക്റ്റാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തീമ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ തള വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കുക. ഒരു 4 ഞണ്ട് അത്ര മതി. മാത്രമുള്ള മസാല മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ 4-5 നമ്മുടെ ഞണ്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് വെക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. ഇനി ഇത് വേകുന്നവരെ മാത്രമേ വെയിറ്റ് ചെയ്യാനുള്ളൂ. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ, പത്തലിൻ്റെ കൂടെ എല്ലാം അടിപൊളി കോമ്പാണ്. ഇതിൻ്റെ മസാല മാത്രം വന്ന് ഞണ്ട് കഴിക്കണമെന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഞണ്ട് വേകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. കുറേ ആൾക്കാർക്ക് ഞണ്ട് അങ്ങനെ വലിയ ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞണ്ടിൻ്റെ രുചി അറിഞ്ഞവർ ഒരിക്കലും ഇത് കഴിക്കാതിരിക്കില്ല. ഫസ്റ്റ് തന്നെ ഞണ്ട് കഴിക്കില്ല എന്ന് വിചാരിച്ചാൽ അതങ്ങനെ കഴിക്കാതെ തന്നെ ഉണ്ടാവും. ഇനി ഇത് വന്നതിന് ശേഷം വീണ്ടും ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞു. ഇനി നമ്മളൊരു ബൗളെടുക്കുക. ഏത് പാത്രത്തിലാണ് വിളമ്പുന്നത് ആ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. കണ്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഞണ്ടിൻ്റെയും മസാലേൻ്റെയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഞണ്ട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും ഇത് കഴിച്ചാൽ ഇഷ്ടമാവും. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F3 Fahim.